26ാമത് ഒറ്റപ്പാലം ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി 21, 22, 23 തീയതികളിലായി ഭാരതപ്പുഴ മണൽപ്പുറത്ത് നടക്കും. ദിവസവും വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ഡേവിസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ, സ്റ്റീഫൻ സാമുവൽ, ഷാരോൺ വർഗീസ്, ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൗഢഗംഭീരമാകും. സുരേഷ് ബാബു, ഫെയ്ത്ത് ബ്ലസൻ, അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അന്യായമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക, ഹരിത കർമ്മസേനയുടെ സേവനം, ആവശ്യമില്ലാത്ത കടകളെ യൂസർ ഫീസിൽ നിന്നും ഒഴിവാക്കുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം ജനറൽ സെക്രട്ടറി PM ഹംസ നിർവഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് CM ഷംസുദ്ദീൻ അധ്യക്ഷനായി. യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ സലാം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ AM അഷ്റഫ്, NB പരമേശ്വരൻ, VS അബ്ദുൾ സലാം, KK അബ്ദുൾ ഗഫൂർ, ധന്യ ഷിബു, ഇബ്നു നബീൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ജീന രാജൻ പരിപാടിക്ക് നന്ദി അർപ്പിച്ചും സംസാരിച്ചു. ഇപ്പോൾ സാധാരണ നിലയ്ക്ക് കുറച്ച് വേസ്റ്റുകളൊക്കെ ഉള്ള ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ നിന്നും 100 രൂപ മാസം തോറും വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാം. ഇതൊന്നുമില്ലാത്ത ഈ മൊബൈൽ ഷോപ്പ്, സ്വർണ്ണക്കട, അതുപോലെയുള്ള ആ തരത്തിൽപ്പെടുന്ന വേസ്റ്റുകൾ ഒന്നും തന്നെ ഇല്ലാത്ത കടകൾ പോലും ഈ യൂസർ ഫീ അടച്ചാലേ ലൈസൻസ് കൊടുക്കൂ എന്നുള്ള ആ ഒരു നിയമം, അത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിക്ക് അത് പരിശോധിച്ച് ഇളവ് നൽകാനുള്ള അധികാരം സർക്കാർ നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇവിടെ വന്ന് പറയുമ്പോൾ അത് ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളൊരു പരാതി അറിയിപ്പിക്കാം. അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പരിഹരിച്ചുകൊണ്ട് ഈ വ്യാപാരികളും പഞ്ചായത്തും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സമരം ഇവിടെ മാത്രമല്ല, കേരളം ഒട്ടുക്ക് ത്രിതല പഞ്ചായത്തുകളിലുള്ള എല്ലാ കേന്ദ്രങ്ങളിലും സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ കേന്ദ്രങ്ങളിലും ഇത് നടക്കുന്നുമുണ്ട്. അതിനൊക്കെ പുറമെയാണ് 18-ാം തീയതി ദില്ലിയിൽ അത് വേറൊരു സമരം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വ്യാപാരികൾ ഇപ്പോൾ സമരരംഗത്തുള്ള ഒരു കാലഘട്ടമാണ്. ഈ ഒരു ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഇതിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇതൊരു സൂചന മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. അതിൽ നിന്നൊരു തീരുമാനം ഉണ്ടാവാതെ വന്നാൽ തീർച്ചയായും സമരത്തിന്റെ ആ കാര്യങ്ങളൊക്കെ മാറും. അത് ഒന്ന് ഓർമ്മിപ്പിക്കാം. അതുപോലെ തന്നെ ഈ വഴിയോര കച്ചവടം, അത് നിരന്തരമായിട്ട് പഞ്ചായത്ത് അധികാരികളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ വക കാര്യങ്ങളൊന്നും യൂസർ ഫീയോ ലൈസൻസോ മറ്റുള്ള GSTയോ ഇതൊന്നും ഇല്ലാതെ വളരെ നിർലോഭം അങ്ങാടിയിലും അവിടെ ഇവിടെയൊക്കെ കച്ചവടങ്ങൾ വളരെ ഈ സാധാരണ ഇതൊക്കെ എല്ലാം പാലിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്നവർക്ക് വളരെ പാരയായി തന്നെ അവർ നിർലോഭം തുടരുകയാണ്. അതിനൊരു അറുതി വരുത്താനോ നിയമപ്രകാരം ഏതെങ്കിലും ഒരു നടപടി എടുക്കാനോ ഇതുവരെ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു കിറ്റിന്റെ കാര്യം, നമ്മളത് കിറ്റ് കൊടുക്കാൻ പാടില്ല, അത് കൊടുത്താൽ അത് അത്രയാണ് ഫൈൻ, ഇത്രയാണ് ഫൈന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സമീപിക്കുമ്പോൾ ഇവർക്കൊക്കെ അതിന് യാതൊരു നിയമവുമില്ല, അവർക്ക് അങ്ങനെ ഒരു തടസ്സങ്ങളുമില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ. ന്യൂസ് ഡെസ്ക് CCV.